ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. അത് പല പല ക്ലാസ്സിലെ പിള്ളേരാണ്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മിമിക്രിക്ക് പോകും. ഞാൻ മഹാരാഷ്ട്ര പഠിക്കുന്ന സമയത്ത് 3 വർഷം മഹാരാഷ്ട്രയിൽ BA പഠിക്കുമ്പോൾ ഞാനൊക്കെ 3 ക്ലാസ്സിലേക്ക് കയറിയിട്ടുള്ളൂ. ഞാനത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതിൽ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തു. എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഞാൻ ആ ക്ലാസ്സിലെ കുട്ടിയല്ല എന്നും പറഞ്ഞു. കാരണം ഞാൻ ഇരിക്കുന്ന മൊത്തം ലിറ്ററേച്ചറിൽ വേറെ പിള്ളേരുടെ കൂടെയാണ് മൊത്തം. അപ്പോൾ ദിവസം പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ വരിക, കുറച്ചു നേരം അവിടെ ഇരിക്കുക, പോവും. എനിക്ക് തന്നെ അറിയില്ല ആരൊക്കെ ഏതൊക്കെ ക്ലാസ്സിലാന്ന് പോലും. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞങ്ങളൊക്കെ തമ്മിൽ. അപ്പോൾ അതിലൊരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മിക്കപ്പോഴും നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഗേൾസിന്റെ നടുക്കിരുന്ന് ഞാൻ തമാശയൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ സാറ് ഗോപാലകൃഷ്ണ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഇടയ്ക്ക് പോവും. അപ്പോഴാണ് നമ്മളിങ്ങനെ ചുറ്റും നോക്കുന്നത്. അത് വേറെ അർത്ഥത്തില്ല. പക്ഷെ ഇന്നും അവരൊക്കെ നമ്മുടെ ഭയങ്കര തിക് ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ്. ആ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ശക്തമായ അവരുടെ മക്കളായിട്ടൊക്കെ ഭയങ്കര നമ്മൾ അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് ഒരു പെൺകുട്ടി അവിടെ പ്രീഡിഗ്രിക്ക് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരെയോ നോക്കുന്നുണ്ട് ആ കുട്ടി. അപ്പം നമ്മളിതാരാണ് ഇത് കണ്ടുപിടിക്കണമല്ലോ, ഇതാരെയാണ്. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ കുട്ടി വേഗം തിരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാനും വേറൊരു ഫ്രണ്ടും ഉണ്ട്. പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ അറിയും. അതുകൊണ്ട് പേര് പറയുന്നില്ല സുഹൃത്തിൻ്റെ. ഞാൻ അവനോട് നമ്മളിത് ആരാന്ന് കണ്ടുപിടിക്കണോടാ. അവനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഞാൻ തന്നെ അത് ഒരു ചെറിയ സംശയം പോലും തോന്നിയില്ലായിരുന്നു എന്നെയാ നോക്കില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അപ്പോഴാണ് ഞങ്ങളിങ്ങനെ പതുക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി ഭയങ്കര ഇഷ്ടത്തിലാണ്. നമ്മളോട് എന്തോ ഒരു ഇഷ്ടം, നമ്മുടെ തമാശകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അല്ലാണ്ട് പ്രണയം തോന്നാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. കാരണം ഒരു മാതിരി ഇരിക്കുന്ന ഹാങ്ങറിലൊക്കെ ഷട്ടിട്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിമിക്രി എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മുടെ മിമിക്രിയൊക്കെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റേജിലൊക്കെ, കോളേജിലൊക്കെ ഭയങ്കര ഇതിലാണ് നമ്മൾ. പക്ഷെ നമ്മളാണ് ഇതിന്റെ ആളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ടെൻഷൻ തുടങ്ങി. പക്ഷെ അപ്പം നമുക്ക് വേറെ പ്രണയമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പക്ഷെ എന്നാലും ഞങ്ങൾ വെറുതെ പോയിട്ട് ഞാനും ഇവനും അതാണ് പൈങ്കിളി. ഞാനും ഫ്രണ്ടും കൂടി പതുക്കെ പോയിട്ട് യാത്രയൊക്കെ പോയിക്കും. ഒരാവശ്യമില്ല. അത് കഴിഞ്ഞ് ഭയങ്കര സീരിയസ് ആയി. അതോടെ ഞാൻ മാരേജ് പോക്ക് നിർത്തി. കോളേജ് മറ്റത് 91 ഇത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഫുൾ ടൈം നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും കോളേജിൽ വരും. അവിടെ നിന്ന് പോയാലും അവിടെ നിന്ന് അവർ ലോ കോളേജിൽ പോയാലും മാരേജ് തന്നെ ആയിരിക്കും നമ്മളും. അതോടുകൂടി പിന്നെ എനിക്ക് പറഞ്ഞു അങ്ങനെ ഇല്ല, എനിക്ക് വേറെ ഒരിതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഞാൻ അവരെ കുറെ കാലത്തിന് ശേഷം കാണണേ ഞാൻ മാനത്തെ കൊട്ടാര സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ആ യാത്രയൊക്കെ നന്നായിട്ട് നമ്മൾ യാത്ര അയച്ചു. ഇനി നമ്മൾ പൈങ്കിളിലോട്ടാണല്ലോ വരുന്നത്. പിന്നെ പവിയിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് കത്തുകളും കൂടെ ഒരു സ്ഥലമാണല്ലോ. ഞാനൊരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട് ദിലീപേട്ട. അന്ന് തന്നെ അമ്മ പൊക്കി, പിറ്റേ ദിവസം സ്കൂളിൽ വന്നു,